അവന് കിട്ടിയ നീ ഒരു കോടീശ്വരി, ഞാനൊരു കോടീശ്വരന്റെ അളിയൻ. ആ മാധവേട്ടന്റെ പൊറോട്ടക്കട കിടന്ന് പൊറോട്ട അടിച്ചടിച്ച് എന്റെ ജീവിതം കരിപുരണ്ട ജീവിതമായി മോളെ. എനിക്ക് വേണ്ടി ഒരു മോചനം. നമ്മളിപ്പോ ഇതൊന്ന് ക്ഷമിച്ചാ നാളെ നമുക്ക് കോടീശ്വരൻ വരാം. നീ ഒന്ന് ക്ഷമിക്കേ അല്ലേ? നീ അവനെ പ്രേമിച്ച് കുപ്പിയിലാക്കണം, മനസ്സിലായോ? എന്നെ കൊണ്ടത് പറ്റും. ഓക്കെ അല്ലേ? മോനെ, ഞാൻ മഞ്ജുമോളോട് എല്ലാം സംസാരിച്ച് ക്ലിയർ ആക്കി. അവക്കിപ്പോ നിന്നോട് ഒരു ദേഷ്യമില്ല അല്ല മോളെ? നീ ധൈര്യമായിട്ട് ശൂശി വിളിച്ചോ, ആരും ഒന്നും പറയില്ല. എനിക്കിപ്പോഴാണ് ഏട്ടാ സമാധാനമായത്. എന്നാ ഞാൻ പോക്കോട്ടെ. മഞ്ജുമോളെ, നാളെ കാണാം. ഐ ലവ് യു. ചേട്ടാ, നമ്പർ എന്തിനും? മഞ്ജുമോളെ, ആ നമ്പർ കൊടുക്ക. അല്ല, മഞ്ജുമോളുടെ നമ്പർ വേണ്ട, ഇപ്പൊ ചേട്ടനും മതി. മഞ്ജുമോളുടെ നമ്പർ കൊടുക്കാൻ ഇനി സമയമുണ്ടല്ലോ. ഏട്ടാ, എന്താ മോനെ? ഞാനൊരു കാര്യം ചോദിച്ചാൽ ഏട്ടാ സമ്മതിക്കോ? മോൻ ചോദിക്ക്. ഞാന് മഞ്ജുമോളായിട്ട് ഒന്ന് കറങ്ങിട്ട് വരട്ടെ. അത് വേണം മഞ്ജുമോളെ. ഏട്ടന്റെ ഇഷ്ടം. ഏട്ടൻ കറങ്ങാൻ പറഞ്ഞ് ഞാൻ കറങ്ങും. എന്നാ മോള് പോയി കറങ്ങിട്ട് വാ. പോട്ടെ. മഞ്ജുമോളെ, അല്ല മോനെ, നീ ഒരു കോടീശ്വര പുത്രനല്ലേ? അതെ. എന്നിട്ടാണ് ഈ പാട്ട ബൈക്കിലൊക്കെ കറങ്ങണേ? അതെ ചേട്ടാ, ഞാനൊരു പ്രണവ് മോഹൻലാൽ ഫാനാണ്. ഇതുപോലെ ഒരു ബൈക്ക് പോലും ഇല്ലാതെ പ്രണവിന്റെ നടത്തം ചേട്ടൻ കാണാറില്ലേ? പിന്നെ അവന്റെ ഇതിലും കഷ്ടാണ്. അതെ അതെ, അതായത് ഇതുപോലുള്ള ഒരു ബൈക്ക് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഏത് ചന്തുബന്ധിൽ കൂടെയും പോവാലോ. ശരിയാ. എന്നാ ഞാൻ പോയിട്ട് വരാം. ശരി, പോയിട്ട്. മഞ്ജുമോളെ, നീ ഇവിടെ നിന്ന് ഇറങ്ങ. ഞാനേ ഡാഡിയുടെ ഓഫീസ് വരെ പോയിട്ട് പെട്ടെന്ന് വരാം. എന്നെ കുറെ നേരം വിളിച്ചോണ്ടിരിക്കുന്നേ. പോണം, പെട്ടെന്ന് വരവാവേ. നീ എന്തിനാ പേടിക്കണേ? പെട്ടെന്ന് വരില്ലേ ചേട്ടേ? ഇറങ്ങിക്കോ. വേഗം വരാം. പിന്നെ ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു? കളറല്ലേ? കണ്ട സിനിമ എങ്ങനെയുണ്ട്? കൊള്ളാവോ? ശരി, ഏട്ടൻ പോയിട്ട് പെട്ടെന്ന് വരാം കേട്ടോ. ടാറ്റാ, ബൈ ബൈ, സീ യു. ഹലോ. ഹലോ അളിയാ, ഞാനാ ഭാവി അളിയൻ, ചെമ്പൂക്കാരൻ ദാസന്റെ മോൻ. പറയാളിയാ, മഞ്ജുമോളവിടെ നിങ്ങൾ ഹാപ്പി അല്ലേ? പിന്നെ ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണേ ഞാൻ അവളുടെ പുറകെ നടക്കുന്നുണ്ട് കുറെ കാലങ്ങളായി. അവളിനെ വളയ്ക്കണം എന്നുള്ളത് എൻ്റെ ഒരു ജീവിതാഭിലാഷമായിരുന്നു. അത് നടന്നു. പിന്നെ ഞാനൊരു ചെറിയ ഗിഫ്റ്റും അവളുടെ കവളത്ത് കൊടുത്തിട്ടുണ്ട്. അതും മേടിച്ചാൽ മൈതാനത്തിന് ആ മൊക്കിലെ ബസ് സ്റ്റോപ്പിൽ അവൾ നിൽക്കുന്നുണ്ട്. വേണമെങ്കിൽ വിളിച്ചോണ്ട് വീട്ടിലിപ്പോ. നീ ഏതവനാണോ മാറി? ചതിക്കായിരുന്നല്ലേ നീ? ഏത് ദാസന്റെ മോനാണെങ്കിലും നിന്നെ ഞാൻ പൊക്കിയിരിക്കടാ. പൊറോട്ട അടിക്കണ പോലെ നിന്നെ ഞാൻ അടിക്കും. പൊറോട്ട മനോജാടാ ഈ പറയുന്നത്, സൂക്ഷിച്ചോ നീ. നീ ഒന്ന് പോടാ പൊറോട്ട നാറി. ഞാനൊരു ലോക്കലാണെന്ന് അറിഞ്ഞപ്പോ എന്നെ തല്ലാമെന്ന നീ, ഞാനൊരു പണച്ചാക്കാടെന്ന് അറിഞ്ഞപ്പോ സ്വന്തം പെങ്ങളെ മിനിറ്റുകളുടെ പരിചയത്തിൽ എന്റെ ബൈക്കിന് പുറകിൽ കയറ്റിവിട്ട നീ എത്ര വലിയ കിഴങ്ങനാണടാ പരനാറി. എടാ തേണ്ടി, എന്നെ പോലുള്ള പാവപ്പെട്ട പയ്യന്മാര് നിന്റെയൊക്കെ പെങ്ങളെ ഒന്ന് ഷൂ വിളിച്ചാൽ നിനക്ക് കുറ്റം. എന്നാ പണക്കാരപ്പന്റെ മക്കൾ വന്ന് കാറിലോ ബൈക്കിലോ കയറ്റിക്കൊണ്ടുപോയി എനിക്ക് യാതൊരു പ്രശ്നമില്ല. അല്ലടാ നാറി, നീ ഇപ്പൊ ഒരു കാര്യം ചെയ്യും, നിന്റെ പെങ്ങളെയും ബസ് സ്റ്റോപ്പിൽ നിന്ന് വിളിച്ച് വേഗം വീട്ടിലേക്ക് പോകും. അല്ലെങ്കിലേ വേറെ ആരെങ്കിലും ഒന്ന് കൊത്തും. ഇനിയേ ഇതുപോലുള്ള ഊളത്തരങ്ങളൊന്നും ചെയ്യല്ലേട്ടാ. ബൈ ബൈ, സീ യു.